ഹായ്, നമ്മളൊക്കെ ജോലി AI വന്നു കഴിഞ്ഞാൽ പോവോ എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ആക്ച്വലി ഈ AI വന്നു കഴിഞ്ഞാൽ ജോബ് പോവോ എന്നുള്ള വിഷയം നമ്മൾ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് AI? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2020 തൊട്ട് 2025 AI ഉണ്ടാക്കിയത് വെച്ചാൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ്. അതായത് നല്ല രീതിയിൽ AI ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ AI ബേസിക്കലി റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ജോലികൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഓഫ് ജോബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികളായിരിക്കും AI കൂടുതൽ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി എന്നാൽ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് കുറവുള്ള ജോലികൾ ഏതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവുന്ന ജോലികളായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസിൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇമോഷൻ വർക്ക് ആവേണ്ടതായിരിക്കും സെയിൽസ്. അപ്പൊ സെയിൽസിൽ നല്ല ഇമോഷൻ വർക്കായിട്ട് നടക്കുന്ന സമയത്ത് അത് AI കൊണ്ട് റീപ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടി സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സമയത്ത് എങ്ങനെ, ഇപ്പം നിങ്ങൾക്കറിയാം കുറേ മുമ്പ് ഇപ്പം മെഷീൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ മെഷീൻ ഉണ്ടാവുന്നതായിട്ട് മുന്നേ നമ്മളിപ്പം ഒരു വലിയ കുഴിയൊക്കെ നമ്മൾ കുഴിച്ചിരുന്നു. അപ്പൊ ആ കുഴി കുഴിക്കാനായിട്ട് ഒരുപാട് സമയം, ഒരാളെ ഒരു 10 ദിവസം ഒരു 5 ദിവസം മെനക്കെട്ടിട്ട് വേണം കുഴിക്കാൻ. പക്ഷെ ആ സമയത്ത് അവിടെ ഒരു JCB പോലത്തെ വലിയ വലിയ മെഷീൻസ് വന്നപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് അതേ വർക്ക് ചെയ്യും. സോ അവിടെ രണ്ട് കാര്യമാണ്, ഈ കുഴി കുഴിക്കുന്ന ആൾക്കാരുടെ ജോലി പോവുകയും ചെയ്തു, മറിച്ച് JCBയിൽ ഉള്ള JCB ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, JCBന്റെ സ്പെയർ പാർട്സ്, വർക്കിങ്സ്, അങ്ങനെ അത് ചുറ്റുപാടായിട്ട് ഒരുപാട് ജോലികൾ പുതിയ ഉണ്ടാവുകയും ചെയ്തു. ഇതേപോലെ AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ റീപ്ലേസ് ചെയ്യുന്ന ഉപരി ഒരുപാട് ജോലികൾ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ മാക്സിമം എത്താൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് നമ്മളെ ജോലിയിൽ എങ്ങനെയൊക്കെ AI ഉപയോഗിച്ച് എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ആവാൻ പറ്റും, മാക്സിമം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും AI കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്താവണം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈ ടീച്ചേഴ്സ് ഒക്കെ റീസെന്റ് ഒരുപാട് ടീച്ചേഴ്സ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് AI കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല. സോ നമ്മൾ എജുസോൾവിന്റെ അണ്ടറിലായിട്ട് സ്കിൽഫ്ലൈയിൽ ഒരു AI ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള AI പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു ടീച്ചർക്ക് AI ഉപയോഗിച്ച് എങ്ങനെ ബെസ്റ്റ് ആവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നു. ഇതുപോലത്തെ നല്ല നല്ല ഹെൽത്തി ഡിസ്കഷൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.